സൗദി ബാലന്റെ കൊലപാതക കേസിൽ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് അടുത്ത വർഷം മോചനം ലഭിക്കും. വധശിക്ഷ റദ്ദാക്കിയതിനാൽ 20 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചു. നിലവിൽ 19 വർഷം ജയിലിൽ കഴിഞ്ഞതിനാൽ 1 വർഷം കൂടി കാത്തിരിക്കണം. കുട്ടിയെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞാൻ എന്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ സഹിക്കാൻ കഴിയില്ല. ഇപ്പം 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്ന് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത്. റഹീമിൻ്റെ ഒരു മോചനം യാഥാർത്ഥ്യമാവുക എന്നുള്ളത്. ആ ഒരു വാർത്ത കേട്ടപ്പോൾ ആ ഉമ്മയുടെ ഒരു പ്രതികരണം, എൻ്റെ മോനെ ഇങ്ങനൊന്ന് വന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. മാഷാ അല്ലാ, അത് ജയിലിൽ കിടന്നവർക്കൊരു അനുഭവം അറിയുള്ളൂ. ഒരു ഉമ്മയുടെ ഒരു മനസ്സ് എത്ര വർഷങ്ങളായിട്ട് 19 വർഷമായിട്ടാണ് ഉമ്മ കാത്തിരിക്കണത്. കുട്ടിയെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞാൻ എന്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ സഹിക്കാൻ കഴിയില്ല. ഇപ്പം 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. 1 മാസം ഇല്ലല്ലേ ഞാൻ കഴിച്ചിലാക്കി. അതിന്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ. കുറച്ച് മാസങ്ങൾ കൂടി മതി ഉമ്മ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പൊ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. സന്തോഷിച്ച് എന്നെ സന്തോഷത്തിന്റെ കുട്ടി കാണട്ടെ. അപ്പോൾ ഇന്ന് 13ാമത്തെ ഒരു തവണയാണ് സത്യത്തിൽ റഹീമിൻ്റെ മോചനത്തിൽ കോടതി സിറ്റിംഗ് ആരംഭിക്കണത്. 13 തവണയും മാറ്റിവെച്ചു. ഇന്ന് കേൾക്കുന്നൊരു വാർത്ത, അവിടുത്തെ ഒരു പൊതു അവകാശ നിയമപ്രകാരം റഹീമിന് തടവ് ശിക്ഷ വിധിക്കുക. അതായത് 20 വർഷമാണ് ഒരാളെ കൊന്നതിൻ്റെ തടവ് ശിക്ഷ. അതുപ്രകാരം അടുത്ത 2026 ഡിസംബറിൽ റഹീം മോചിതനാവും ഇൻഷാ അല്ലാ. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന പ്രകാരം 13 തവണ കേസ് മാറ്റി വെക്കുമ്പോഴൊക്കെ നമ്മൾ കാത്തിരുന്നത് ഒരു ഉമ്മ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ മലയാളികൾ ഒന്നടങ്കം റഹീമിൻ്റെ മോചനം കാത്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഇന്ന് സുപ്രധാനമായൊരു വിധി ഉണ്ടായത്. അടുത്ത വർഷം 2026 ഡിസംബറോട് കൂടിയിട്ട് റഹീമിന് വീട്ടിലെത്താം. ആ ഉമ്മയുടെ കാത്തിരിപ്പിന് അറുതിയാവും. അള്ളാഹ് ആ ഉമ്മക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. നല്ല സന്തോഷത്തോടു കൂടി ആ ഒരു ഉമ്മയെ സ്വീകരിക്കാൻ, ആ ഒരു മകനെ സ്വീകരിക്കാൻ ഉമ്മക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഉമ്മാക്കും മോനക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു 2006 ഒരു നവംബർ മാസത്തിലാണ് ഈ റഹീം സൗദിയിൽ പോകുന്നത്. അങ്ങനെ സൗദിയിൽ പോയിട്ട് അവിടെ ഒരു വീട്ടിലെ സുഖമില്ലാത്ത ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ നോക്കാനായിരുന്നു. പക്ഷേ അവിടെ എത്തിയിട്ട് മാസങ്ങളായില്ല. ആ കുട്ടിയുമായിട്ടൊരു യാത്ര പോകുമ്പോൾ ആ കുട്ടി നന്നായിട്ട് റഹീമിന് ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ ഉപദ്രവത്തിനിടയിലാണ് ആ കുട്ടിക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ശ്വാസം എടുത്തിരുന്നത്. പക്ഷേ ആ ഉപദ്രവിക്കുന്ന സമയത്ത് കുട്ടി തുപ്പിയപ്പോൾ, അത് തടയാൻ ശ്രമിച്ചപ്പോൾ ആ ശ്വാസം എടുക്കണ ഉപകരണം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആവുകയും അങ്ങനെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. മരണപ്പെടുന്നത് കാറിൻ്റെ പിറകിലിരുന്ന ഈ സംഭവമൊന്നും റഹീം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം തുപ്പുമ്പോൾ തടഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോഴാണ് ഈ കുട്ടി മരണപ്പെട്ടത് അറിയുന്നത്. അതോടുകൂടിയിട്ട് ബേജാറായ റഹീം ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിന്നൊരു ഡ്രാമ കളിച്ചു. തങ്ങളാരും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനടക്കമാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളൊരു വരുത്തി തീർത്തു. ഈ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും തുടക്കത്തിൽ ഇയാൾ ശ്രമിച്ചിരുന്നില്ല. അതാണ് പിന്നീട് കേസായത്. ഈ ബന്ധു പിന്നീട് ആ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി, ജാമ്യത്തിറങ്ങി പോയി. റഹീമിന് അങ്ങനെ 2016 വധശിക്ഷ വിധിക്കുന്നത്. 2016 ഈ സംഭവം നടന്നു. 2016 വധശിക്ഷ വിധിച്ചു. അങ്ങനെ വധശിക്ഷ വിധിച്ചതിന് ശേഷം ഈ ഒരു അടുത്ത കാലത്താണ് ആ വധശിക്ഷ റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൊല്ലപ്പെട്ട അനസ് എന്ന് പേരുള്ള ആ ഒരു അറബി കുട്ടിയുടെ കുടുംബം 34 ലക്ഷം രൂപയാണ്, 34 കോടി രൂപ, ലക്ഷമല്ല 34 കോടി രൂപയാണ് ദിയാധനമായിട്ട് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ റമദാൻ്റെ മുൻപത്തെ റമദാനിൽ മലയാളികൾ ഒന്നടങ്കം, ഇതിൽ പ്രത്യേകം പറയേണ്ടത് ബോച്ചയുടെ പേരാണ്. ആ ബോച്ച ഉൾപ്പെടെ എല്ലാവരും തയ്യാറായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 44 കോടി രൂപ തന്നെ മലയാളി സമാഹരിച്ചു. ആ കുടുംബത്തിന് 34 കോടി രൂപ മലയാളികൾ കൊടുത്തു. ആ കൊടുത്തതിന് ശേഷം അത് ഒരിക്കലും ജയിലിൽ നിന്ന് മോചിതനാക്കാനായിരുന്നില്ല, വധശിക്ഷ റദ്ദാക്കാനായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചു. വധശിക്ഷ റദ്ദാക്കി. പക്ഷേ എന്നിട്ടും റഹീമിന് ജയിൽ മോചിതനായിരുന്നില്ല. അത് ഭയങ്കര വിവാദങ്ങൾക്കൊക്കെ വഴിതെളിയിച്ചു. ഈ ഒരു മകനെ കാണാൻ വേണ്ടി ഉമ്മ സൗദിയിൽ പോയപ്പോൾ മകനെ കാണാൻ ഈ ഉമ്മയുടെ സമാഗമത്തിനാം റഹീം സമ്മതിച്ചില്ല. അങ്ങനെ ഭയങ്കര വിവാദങ്ങളുണ്ടായി. ഇപ്പോൾ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. എന്തൊക്കെ വിവാദങ്ങളുണ്ടെങ്കിലും ആ ഒരു റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാവാണ്. അന്ന് ആ ഉമ്മ മകനെ കാണാൻ കഴിയാതെ സങ്കടപ്പെട്ടപ്പോൾ
ഭയങ്കര പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധത്തെ തുടർന്ന് മകൻ ഉമ്മയെ ജയിലിൽ കാണാൻ സമ്മതിച്ചു. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ആ നിയമസഹായ സമിതിയുമായിട്ട് കുടുംബത്തിന്. അതൊക്കെ മാറി വളരെ റാഹത്തായി. എന്തായാലും റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ ആളുകൾ ക്രൗഡ് ഫണ്ടിങ് നടത്തുമ്പോൾ തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു, ഈ റമദാനിൽ ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, ഇത് കാശ് കിട്ടിയ ഉടനെ മോചനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ചത്. അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വേണ്ടില്ല, മലയാളികൾ ഓരോരുത്തരും തങ്ങളെ കൊണ്ട് കഴിയുന്നൊരു തുക കൊടുത്തു. അതെന്താ ഇന്ന് റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ വിസാൽ മീഡിയ ആ ഒരു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് പേര് ആ മോചനത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് സൗദിയിലെ കോടതി റഹീമിൻ്റെ മോചനത്തിൽ അന്തിമ വിധി പുറപ്പെടുവിച്ചത്. 20 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞാൽ 19 വർഷം നിലവിൽ ആ തടവ് ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് ഇനി 1 വർഷം കൂടി ശിക്ഷ അനുഭവിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ മോചനമാണ്. ഇനി അതിനെതിരെ അപ്പീൽ കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെയാണ് നിയമകാര്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വേഗത്തിൽ ആ ഉമ്മയുടെ അരികിൽ എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അർഹമായ മോചനം അല്ലാഹു സാധിപ്പിക്കട്ടെ. അതുപോലെ യമനിൽ കഴിയുന്ന നിമിഷാപ്രിയ, ഇതേപോലെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും മോചനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടതാണ്. നമ്മൾ പരമാവധി തയ്യാറാവുന്നുണ്ട് പല നമ്മുടെ സർക്കാരും കാര്യങ്ങളൊക്കെ, പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സന്തോഷമുള്ള വർധന ഉണ്ടാവട്ടെ എന്ന് കാത്തിരിക്കുകയാണ്.